തലച്ചിറ അസീസിനെ കോൺഗ്രസ് പുറത്താക്കിയത് സത്യം പറഞ്ഞതിനാണെന്ന് കെ.ബി. ഗണേഷ് കുമാർ. കോൺഗ്രസിൽ ഇപ്പോൾ സത്യം പറയാൻ പാടില്ല, സത്യം പറയുന്നവരുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കുകയാണ് കോൺഗ്രസിന്റെ രീതിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഇപ്പോൾ കോൺഗ്രസിന്റെ തലച്ചിറ അബ്ദുൾ അസീസ് പുറത്തായിരിക്കുന്നു. ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒരു പൊതുയോഗ ചടങ്ങിൽ വെച്ച്, ഒരു റോഡ് ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ വെച്ചാണ് പരസ്യമായി മന്ത്രി ഗണേഷ് കുമാർ ഇരിക്കുന്ന വേദിയിൽ ഈ തലച്ചിറ അസീസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം, തന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് ഇന്നലെ കൊല്ലം DCC പ്രസിഡന്റ് ഈ തലച്ചിറ അസീസിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇന്ന് രാവിലെ കെ.ബി. ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് ബിയുടെ ഇതിലെ അംഗത്വം സ്വീകരിക്കുകയും ഇനി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തലച്ചിറ അസീസിനെ പരിഗണിക്കുമെന്നാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം അസീസ് പറയുന്നത്, ഹലോ രാജ്കുമാർ തുടരാം. പാർട്ടി ചെയർമാൻ കെ.വി. ഗണേഷ് കുമാർ നേരിട്ടെത്തി തനിക്ക് മെമ്പർഷിപ്പ് നൽകുകയായിരുന്നു. ഗണേഷ് കുമാറിനെ പുകഴ്ത്തി റോഡ് ഉദ്ഘാടനം ചെയ്തത് തന്റെ നന്ദിയാണ്. ആ നന്ദിയാണ് താൻ പ്രകടിപ്പിച്ചത്. താൻ എപ്പോഴൊക്കെ ഈ പഞ്ചായത്തിൽ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ വികസനത്തിന് വേണ്ടി നന്നായി സഹകരിച്ചു. സൂര്യൻ ഉദിച്ചതുപോലെ പ്രകാശം പരത്തി നിൽക്കുന്ന നേതാവാണ് കെ.ബി. ഗണേഷ് കുമാർ എന്നായിരുന്നു തലച്ചിറ അസീസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. കൊല്ലം DCC പ്രസിഡന്റ് കൊടുങ്കാറ്റടിച്ചാലും അനങ്ങാപ്പാറയായി നിൽക്കുന്നയാൾ, ഒരു കഴിവും ഇല്ലാത്ത ആളാണ് കൊല്ലം DCC പ്രസിഡന്റെന്നും കുറ്റപ്പെടുത്തി. മുട്ടിയാൽ തുറക്കുന്ന വാതിൽ കെ.ബി. ഗണേഷ് കുമാറിന്റേത് മാത്രമായിരുന്നു, തന്റെ 42 വർഷക്കാലത്തെ അനുഭവമാണ് പറയുന്നതെന്നും തലച്ചിറ അസീസ് പറഞ്ഞു.